തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ വാർത്ത നേരത്തെ പങ്കുവച്ചിരുന്നു. ഇന്നലെ പെയ്ത ശക്തമായ മഴയിലാണ് ഈ അപകടമുണ്ടായത്. ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ഇപ്പോഴും കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ മാറ്റിക്കൊണ്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണിത്. അറിയില്ല അല്ലേ? ഇവിടെ ഹിന്ദിക്കാരാണ് അല്ലേ? എവിടെയോ നാട്ടുകാർ MS ലിഷോയുണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, ഈ പരിസരവാസികൾ ആരോടെങ്കിലും സംസാരിക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് പറയുന്നത്? ഈ തൊഴിലാളികൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? അതായത് 17ഓളം പേർ ഈ കെട്ടിടത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ഇവർ ഈ ജോലിക്കായി ഇറങ്ങുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത്. കുറച്ചു പേർ ഓടി രക്ഷപ്പെട്ടു, 3 പേർ അതിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അത് പക്ഷേ ഒരു സ്ഥിരീകരിക്കാത്ത വിവരമാണ്. കാരണം അതിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോലീസും ഫയർഫോഴ്സും ഇതുവരേക്കും ഉറപ്പിച്ചിട്ടില്ല. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. അവിടെ പഞ്ചായത്ത് അധികൃതരും അതിനോടൊപ്പം തന്നെ ഈ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ തിരച്ചിൽ നടത്തുന്നത്. ആ കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റി അതിനുള്ളിൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് തിരയുന്നത്. ഈ കൊടകര ജംഗ്ഷനിൽ തന്നെയാണ് ഈ കെട്ടിടമുള്ളത്. ഒരല്പം അകത്തേക്ക് നീങ്ങി രക്ഷപ്പെട്ടവരിൽ ആരെങ്കിലും ആ സ്ഥലത്തുണ്ടോ? അവരാണോ ഈ പറയുന്നത് 3 പേർ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന കാര്യം? അതായത് അവരുടെ കൂട്ടത്തിലുള്ളവരുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അതിൽ തിരച്ചിൽ നടത്തിയാലാണ് ആരെങ്കിലും ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അവിടെയുള്ള ആളുകൾ പറയുന്നത് അവിടെ സ്ഥിരമായി തൊഴിലാളികൾ താമസിക്കുന്നതാണ്. അത് ഈ തൊഴിലാളികൾ താമസിക്കുന്ന ഇടമാണ്. അവർ ജോലിക്ക് പോകുന്ന സമയമാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത്. അവിടെ ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അവിടുത്തെ അവശിഷ്ടങ്ങൾ മാറ്റി അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ പുറത്തെത്തിക്കുക, അത് തിരച്ചിൽ നടത്തുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. ഈ നേരെ ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്നതിന് വേണ്ടി കൂടുതലായി ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ, വലിയ അവശിഷ്ടങ്ങൾ മാറ്റുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം. അത് അവിടെ ആരംഭിച്ചിട്ടുമുണ്ട്. പക്ഷെ നേരിട്ട് അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. വലിയ വാഹനങ്ങൾ കയറാത്ത ഒരു സ്ഥലം കൂടിയാണ്. ഒരു ഇടുങ്ങിയ ഇടത്തുകൂടി കയറിയാണ് ഈ ഒരു കെട്ടിടമുള്ളത്. ജീവനക്കാരാണോ ഇപ്പൊ സ്ഥലത്ത് ഇതിനുള്ള നടപടിക്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതെ, ഫയർഫോഴ്സിന്റെ ജീവനക്കാരും പോലീസും അതുപോലെ തന്നെ മറ്റുള്ളവരും നാട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നത്. അവിടുത്തെ ഇനിയിപ്പോൾ ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കി നോക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ആളുകളെ കണ്ടെത്താനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. 3 പേരുണ്ടായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ പറയുന്നത് 3 പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ്. അവരുടെ പേര് വിവരങ്ങളോ മറ്റോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. വലിയ പഴക്കം ചെന്ന ഒരു കെട്ടിടമായിരുന്നു. ആ പഴക്കം ചെന്ന കെട്ടിടത്തിനകത്ത് ആണ് ഇവർ താമസിച്ചിരുന്നത്, ഈ തൊഴിലാളികൾ താമസിച്ചിരുന്നത്. ഇതൊരു ഇരുനില കെട്ടിടമായിരുന്നു. അതിന്റെ താഴത്തെ നില പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന് വീണിരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്.